കേരളത്തിലുള്ള പിള്ളേർ ഭയങ്കര മിടുക്കരാണ്, പഠിക്കാൻ മിടുക്കരാണ്, ഇന്റലിജന്റ് ആണ്, അവര് കാര്യത്തിന് മിടുക്കരാണ്. കോമൺ ആയിട്ടുള്ളൊരു മിത്തായിരുന്നു ഈ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇമേജ് കൺസൾട്ടിങ് എന്നുള്ളത്. മലയാളിക്ക് പലപ്പോഴും വരുന്നൊരു ഡ്രോബാക്ക് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് പ്രസൻറ്റേഷൻ. ഹായ് എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ പോഡ്കാസ്റ്റ് ഷോ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരുപാട് കൺസൾട്ടിങ്ങിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇമേജ് കൺസൾട്ടിങ് എന്നുള്ളൊരു ടേം അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ നമ്മൾ അധികം ആരും അങ്ങനെ കേട്ടിട്ടില്ലാത്ത ഒന്നാണ്. അപ്പം ആ ഒരു പ്രൊഫഷൻ എന്താണെന്നുള്ളതും അല്ലെങ്കിൽ ഒരു ഇമേജ് കൺസൾട്ടൻറ്റ് എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഇന്നുള്ളത് ഇമേജ് കൺസൾട്ടൻറ്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈൽ കോച്ച് ജിയോഫി മാത്യു ആണ്. മാം, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു സോ മച്ച്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. കരിയറൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പം ഞാൻ ഡയറക്റ്റ്ലി തന്നെ ചോദിക്കുകയാണ്, എന്താണ് ഇമേജ് കൺസൾട്ടിങ്? ഇമേജ് കൺസൾട്ടിങ് എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര വാസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. നമ്മുടെ പേഴ്സണാലിറ്റി ആണ് മെയിൻലി. നമ്മുടെ നാട്ടിലുള്ള ഇമേജ് കൺസൾട്ടൻസ് കൂടുതലായിട്ടും ചെയ്യുന്നത് സോഫ്റ്റ് സ്കിൽസാണ് ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് അറിയാം, നമുക്ക് കേരളത്തിലുള്ള പിള്ളേർ ഭയങ്കര മിടുക്കരാണ്, പഠിക്കാൻ മിടുക്കരാണ്, ഇന്റലിജന്റ് ആണ്, അവര് കാര്യത്തിന് മിടുക്കരാണ്. ഞാൻ മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം എയർപോർട്ടിലാണ്, ഞാൻ അബുദാബി എയർപോർട്ടിലാണ് ഞാൻ വർക്ക് ചെയ്തേക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പലപ്പോഴും വിചാരിക്കാറുണ്ടായിരുന്നു മലയാളികൾ ഉള്ളത് കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത് അവിടെ ശരിക്കും ഓപ്പറേഷൻസ് സ്മൂത്ത് ആയിട്ട് പോകുന്നത് എന്നുള്ളത്. പിന്നെ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് ഫിലിപ്പിനോസും ബാക്കി ഉള്ളവരെ കൊണ്ട് സത്യത്തിൽ അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ മലയാളിക്ക് പലപ്പോഴും വരുന്ന, എസ്പെഷ്യലി ഒരു ഇൻ്റർനാഷണൽ സിനാരിയോയിൽ വരുമ്പോഴേക്കും മലയാളിക്ക് പലപ്പോഴും വരുന്നൊരു ഡ്രോബാക്ക് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് പ്രസൻറ്റേഷൻ. അവർക്ക് അതെ, ദി ലാക്ക് ഇൻ സെൽഫ് പ്രസൻറ്റേഷൻ. അവർക്ക് അപ്പം കോൺഫിഡൻസ് നഷ്ടപ്പെടും. അപ്പം സെൽഫ് പ്രസൻറ്റേഷനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫസ്റ്റ് ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാം. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയത്തില്ലേ. അപ്പം നമ്മൾ നല്ല മിടുക്കരാണെങ്കിലും മെനി എ ടൈംസ് our people are not able to create a good first impression. എസ്പെഷ്യലി പബ്ലിക് പ്ലേസിലൊക്കെ നമ്മൾ അപ്പിയർ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ പ്രസന്റ് ചെയ്യണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം, ഇതൊക്കെ മലയാളി കുറച്ച് പുറകോട്ടാണ്. നമ്മൾ പലപ്പോഴും ഈ ജാപ്പനീസിന്റെ കാര്യമൊക്കെ പറയത്തില്ലേ, ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് നമ്മൾ അവരെ. പക്ഷേ അതുപോലെ നമുക്കും ആയിത്തീരാം, തീർച്ചയായിട്ടും ആയിത്തീരാം. ചെറിയൊരു എഫേർട്ട് ഇട്ടാൽ മതി. പക്ഷേ ചെറിയൊരു പ്രായം മുതലേ അങ്ങനെ ഒരു ഗ്രൂമിങ്ങുകളിൽ തൊട്ട് കൊടുത്ത് തുടങ്ങണം. അങ്ങനെയാണ് അവർ തലമുറകളായിട്ട് ഒരു സ്കൂൾ ലെവൽ അല്ലെങ്കിൽ കിൻഡർ ഗാർട്ടൻ ലെവൽ മുതലേ കുട്ടികൾക്ക് അങ്ങനെയുള്ള ഒരു ഗ്രൂമിങ് കൊടുത്ത് വളർത്തിയെടുത്തത് കൊണ്ടാണ് അവരുടെ പേഴ്സണാലിറ്റി അങ്ങനെ ഇരിക്കുന്നത്. അപ്പം നമുക്കും അതുപോലെ ആവാം. ഒരു ഇമേജ് കൺസൾട്ടൻറ്റ് ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ചെറുപ്പത്തിലേ തുടങ്ങാൻ പറ്റിയില്ല. അപ്പം വെൻ യു റിയലൈസ് ദാറ്റ് യു നീഡ് സം ചേഞ്ച് ഇൻ യുവർ ലൈഫ്, അങ്ങനെയുള്ളപ്പോഴാണ് പലരും എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 1-on-1 പേഴ്സണാലിറ്റി ട്രാൻസ്ഫോർമേഷൻസാണ് ചെയ്യുന്നത്. അപ്പോൾ വാട്ട് ഐ ഡു ഇസ് ഐ ട്രൈ ടു മേക്ക് ദം അപ്പിയർ ബെറ്റർ. അപ്പിയറൻസ് എങ്ങനെ എൻഹാൻസ് ചെയ്യാം, അവരുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് അവർക്ക് എങ്ങനെ ഡ്രസ്സ് ചെയ്യാം, അല്ലെങ്കിൽ കളേഴ്സ് ഏതൊക്കെയാണ് സൂട്ട് ചെയ്യുന്നത്. ചില കളേഴ്സ് ഇടുമ്പോഴത്തേക്കും ചിലർ ഭയങ്കര വൈബ്രൻ്റ് ആയിരിക്കും. അതേസമയം ചില കളേഴ്സ് ഇടുമ്പോൾ എന്ത് നന്നായിട്ട് ജെൻസ് ആണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് ഗ്രൂമിങ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ചില കളേഴ്സ് അവർക്ക് ഇച്ചിരി ഡള്ളാകും. അങ്ങനെ ഉള്ളപ്പോഴേക്കും നമ്മുടെ എനർജിയും കുറയും. നമ്മൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ ഏവിയേഷൻ ഇൻഡസ്ട്രി, ക്യാബിൻ ക്രൂ അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റാഫ്, എയർലൈൻ സ്റ്റാഫുകളൊക്കെ എപ്പോഴും വെൽ ഡ്രസ്ഡ് ആണ്. അവരുടെ യൂണിഫോം ആണെങ്കിലും ഭയങ്കര സ്മാർട്ടാണ്. മേക്കപ്പും ഗ്രൂമിങ്ങും ഹെയർ സ്റ്റൈലും എല്ലാം. നമുക്ക് ഈ എയർ ഹോസ്റ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലിം സ്റ്റാർസിനെ, സെലിബ്രിറ്റീസിനെ കാണുന്ന പോലെ ഒരു വാവ് ഫാക്ടർ ഉണ്ട്. അതിൽ എന്തിനു വേണ്ടി അവരങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നത് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല. വെൻ യു ഡ്രസ് അപ്പ് വെൽ, വെൻ യു ലുക്ക് അറ്റ് യുവർ സെൽഫ് ഇൻ ദ മിറർ ആൻഡ് ഫീൽ കോൺഫിഡൻറ്റ്, അത് നമ്മളുടെ പെർഫോമൻസിനെയും പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. വിൽ ബി ഏബിൾ ടു പെർഫോം ബെറ്റർ. നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉള്ളപ്പോൾ. അപ്പോൾ ആ ഒരു ഫാക്ടർ കൊണ്ടുവരികയാണ് അപ്പിയറൻസിലൂടെ. അനദർ തിങ് ഇസ് നമ്മളുടെ ഒരു ബിഹേവിയർ, ബോഡി ലാംഗ്വേജ്,
ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഈ കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു കാര്യം ബോഡി ലാംഗ്വേജിലും കൂടിയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് അല്ലേ. ഇപ്പോൾ ഞാനിവിടെ വന്നിരുന്ന് നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു ഒതുങ്ങിക്കൂടി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പേടി വെപ്രാളം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു കാഷ്വൽ ചാറ്റ് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് വി ടേക്ക് ആ സ്പേസ്, അങ്ങനെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നത്. വേറെ നമുക്ക് ഒട്ടും അറിയാൻ വയ്യാത്ത കുറച്ച് ആളുകളുടെ സ്ട്രേഞ്ചേഴ്സിന് മുമ്പിൽ ഒരു ഇന്റർവ്യൂവിനൊക്കെ പോയി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയറിൽ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാൻ പോലും പറ്റില്ല. ഒരു പക്ഷേ തുമ്പത്ത് വന്നായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. അതുപോലെ നമ്മൾ വിരല് ഫിജറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നമ്മുടെ നെർവസ്നെസ് നമ്മുടെ ബോഡി ലാംഗ്വേജിലൂടെ കാണാൻ പറ്റും. നെർവസ്നെസ് മാത്രമല്ല, വെൻ യു കോൺഫിഡൻറ്റ് ഓൾസോ അതും നമുക്ക് ബോഡി ലാംഗ്വേജിലൂടെ അറിയാൻ പറ്റും. അതുപോലെ നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷനൊക്കെ അപ്പിയറൻസിലൂടെയും ബോഡി ലാംഗ്വേജിലൂടെയും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൗ വിൽ യു ടേക്ക് ഇറ്റ് ഫോർവേഡ്? നമ്മളെക്കുറിച്ചുള്ള ആ ഒരു ഇംപ്രഷൻ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫസ്റ്റ് ഇംപ്രഷൻ അത് ശരിയായിരുന്നു എന്ന് അണ്ടർലൈൻ ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബിഹേവിയർ. നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്നത്. ചിലരുടെ കാര്യം പറയത്തില്ലേ, കാണാനൊക്കെ നല്ല ഭംഗിയാണ് പക്ഷെ ഭയങ്കര അറഗൻ്റാണ് ഇല്ലേ. ചിലർ ഭയങ്കര അറഗൻ്റ് ആയിരിക്കും. അപ്പം നമുക്ക് കാഴ്ചയിൽ ഭംഗിയുള്ളപ്പോഴത്തേന് നമുക്ക് തോന്നിക്കുന്ന ആ ഒരു അട്രാക്ഷനും കൂടെ പതുക്കെ ജാടയാണെന്നോ, അല്ലെങ്കിൽ ചിലർക്ക് ജാടയായിരിക്കത്തില്ല, അവർക്ക് പെരുമാറാൻ അറിയാം. ആൾക്കാരെ കാണുമ്പോൾ ഒരു സോഷ്യൽ ഫോബിയ ഉണ്ടാവാം, ഒരു ഉൾവലിഞ്ഞൊരു പ്രകൃതമായിരിക്കാം. അല്ലെങ്കിൽ ചിലർക്ക് മര്യാദകളൊന്നും ഇല്ല പെരുമാറ്റത്തില്, ബിഹേവിയറില് മര്യാദകളൊന്നും ഇല്ല. ശീലം ചുടല വരെ എന്ന് പറയുന്നത്. ചിലർ ഈ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഈ എമ്പക്കം വിടുന്നത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കില് ഇങ്ങനെ വിരലിടുന്നത്, ഒത്തിരി കാര്യങ്ങൾ. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ ഈ നഖം കടിക്കുന്നവരുണ്ട് ഒത്തിരി പേരുണ്ട്. അതൊക്കെ നമ്മൾ പക്ഷെ ചിലപ്പം കോൺഷ്യസ് ആവില്ല, അവർ ഫ്രണ്ടിൽ ഇരിക്കുന്നുള്ളത് നമ്മൾ അത്ര വലിയ കോൺഷ്യസ് ആവില്ല. നമ്മള് അതങ്ങനെ ശീലിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരാ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ ഇതൊന്നും ഓർക്കാതെ കൊണ്ട് നമ്മൾ ഇതൊക്കെ അങ്ങ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് അപ്പം റീസെൻ്റ്ലി ഞാനൊരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടതിന് കമൻറ്റ് ചെയ്തു. ഒരു ആക്ട്രസ് വളരെ ഭംഗിയായിട്ടൊക്കെ ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇച്ചിരി വയറൊക്കെ യങ് ഗേളാണ്, ഇച്ചിരി വയറൊക്കെ തള്ളി പിടിച്ച് ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കുന്നു. അപ്പോൾ ഓഫ്കോഴ്സ് മീഡിയയുടെ മുന്നിൽ നിന്ന് ഓടി പോവുകയാണ് എന്നുള്ള അത് ആ ഒരു സീനിൽ അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ അതേ ഇവൻറ്റിൻ്റെ വേറെ പല ബിറ്റ്സും കണ്ടു, വീഡിയോസ്. അത് നേരപ്പോഴൊക്കെ ഷീ ഹാഡ് ദ സെയിം ബോഡി ലാംഗ്വേജ്, ഷീ വാസ് വാക്കിംഗ് ഇൻ ദ സെയിം വേ. അത് ഭയങ്കര ഒരു ഇംപ്രഷൻ പോകും നമുക്ക്. അവരുടെ ഒരു ഇമ്മാച്യൂരിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻസെക്യൂരിറ്റി ഒക്കെ നമ്മുടെ ബോഡി ലാംഗ്വേജിലും നമ്മുടെ ബിഹേവിയറിലും ഒക്കെ പ്രകടമാവും. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഷുഡ് മേക്ക് ഓൾ ദീസ് എ പാർട്ട് ഓഫ് യുവർ റിയൽ സെൽഫ്. പ്രിറ്റൻഷൻ അല്ല. പലരും അതെന്തിനാണ് വൈ കാൻറ്റ് യു ബി യുവർ സെൽഫ്? യെസ്, ബി യുവർ സെൽഫ്. പക്ഷേ ഈ പെർഫെക്ഷനൊക്കെ, ഈ ഒരു സൊഫിസ്റ്റിക്കേഷനൊക്കെ മേക്ക് ഇറ്റ് എ പാർട്ട് ഓഫ് യുവർ റിയൽ സെൽഫ്. അത് ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഏത് ഡ്രസ്സ് ധരിച്ചാലും അതിനെ ക്യാരി ചെയ്യുക, നന്നായിട്ട് ക്യാരി ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഒക്കേഷൻ അനുസരിച്ച് എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ചിലർക്കുണ്ട് ഹീലൊക്കെ ഇടും, പക്ഷെ അവർക്ക് ആ ഹീൽസ് ഇട്ടുകൊണ്ട് എങ്ങനെ നടക്കേണ്ടതെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ കളിയാക്കി പറയും ജീൻസും ജമന്തിപ്പൂവാന്ന് പറയും. നമ്മുടെ നാട്ടിൽ ഒരുപാട് പെൺപിള്ളേരെ കണ്ടിട്ടില്ലേ, ജീൻസ് ഒക്കെ ഇട്ട് ജീൻസിന്റെ കൂടെ അവരിടുന്നത് സാരിയുടെ കൂടെ ഇടേണ്ട ഫുട്വെയർ ആയിരിക്കും, കാലിലൊരു ജിമിക്കി ആയിരിക്കും ഇട്ടിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഈവൻ ആക്ട്രസസ് പോലും സെലിബ്രിറ്റീസ് പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഇട്ട് അതിൻ്റെ കൂടെ ഒരു പൊട്ടുകൂടെ വെച്ചില്ലെങ്കിൽ അവർക്ക് അതാണ് അത് വെച്ചില്ലെങ്കിൽ അവർക്കൊരു വെൻ യു ഡ്രസ് അപ്പ് ഇൻ എ വെസ്റ്റേൺ സ്റ്റൈൽ, ഒരു ഗൗൺ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു ജീൻസ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു ട്രൗസേഴ്സ്, ഒരു ബ്ലേസർ, സൂട്ടോ ഒക്കെ ഇട്ടിട്ട് ഡ്രസ്സ് ചെയ്യുമ്പോഴത്തേക്കിനും അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ ആക്സസറൈസ് ചെയ്യുന്നത് നമ്മളെ തന്നെ. അപ്പോൾ അപ്പോഴാണ് നമുക്കൊരു വെൽ പുട്ട് ടുഗെദർ ലുക്ക് വരുള്ളൂ. പലർക്കും ഇതേക്കുറിച്ച് അറിയില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. നമ്മൾ എത്ര സ്റ്റൈലായിട്ട് ഡ്രസ്സ് ചെയ്ത് എത്ര കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ കാണപ്പെട്ടാലും വാ തുറന്ന് സംസാരിച്ചു കഴിയുമ്പോൾ ഇംപ്രഷനും പോകുന്ന അങ്ങനെ ഒത്തിരി പേരുണ്ട്. അതിപ്പം ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്തതിൻ്റെ ഒന്നുമല്ല, മലയാളത്തിൽ സംസാരിക്കുമ്പോഴും നല്ലൊരു അത്യാവശ്യം ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഭാഷ യൂസ് ചെയ്യുക, എസ്പെഷ്യലി വെൻ യു ആർ ഓൺ എ പബ്ലിക്
പ്ലാറ്റ്ഫോം. നമ്മൾക്ക് ചില സ്ലാങ് ഒക്കെ ഉണ്ടാവും. ഇപ്പം ഇന്നസെന്റിനെ പോലെ ഉള്ളവര് അത് അവരുടെ ഒരു സിഗ്നേച്ചറാണ്, അവരുടെ ആ ഒരു സ്ലാങ് എന്ന് പറയുന്നത്. പുള്ളി തമാശ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോണിൽ നിന്ന് സംസാരിക്കുമ്പോൾ ആ സ്ലാങ് പുള്ളി ഉപയോഗിക്കും. പക്ഷേ ഹി വാസ് എ മെമ്പർ ഓഫ് ദ പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ പുള്ളി ഒരിക്കലും അങ്ങനത്തെ ഒരു ലാംഗ്വേജ് അല്ല അദ്ദേഹം യൂസ് ചെയ്യുന്നത്, അല്ലേ? ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കും ഓരോ പ്രൊഫഷനും അല്ലെങ്കിൽ ഓരോ പ്ലേസ് അനുസരിച്ച് ഓരോ സ്ഥലത്തും എങ്ങനെ സംസാരിക്കണം. ഓക്കെ, വെൻ യു വിത്ത് യുവർ ഫ്രണ്ട്സ് നമ്മളുടെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു റീജിയണൽ ഡയലക്റ്റ് അല്ലെങ്കിൽ സ്ലാങ്ങിൽ നമ്മൾ സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ ഫോർമലായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പബ്ലിക്കിൽ നമുക്ക് ഒരു പബ്ലിക് സ്പീക്കിങ്ങിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല ഫോർമലായിട്ടുള്ളൊരു ലാംഗ്വേജ് കൊണ്ട് ഇപ്പം നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. ചിലർക്ക് ആ ഒരു ലാംഗ്വേജ്, ആ കാഷ്വൽ സ്റ്റൈല് പലർക്കും ഇനീഷ്യലി ഒരു പുഷ് കൊടുക്കും. ബിക്കോസ് മെനി പീപ്പിൾ ആർ ഏബിൾ ടു റിലേറ്റ് വിത്ത് ദെം. ഇവർ ഭയങ്കര ഫോർമൽ ഒന്നും അല്ല, വളരെ കാഷ്വൽ, നമ്മളെപ്പോലെ ഒരാളാണെന്നുള്ളൊരു ഫീൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. പക്ഷെ അവരുടെ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞ ഒരു സർട്ടൻ കാറ്റഗറിയിലുള്ളവരായിരിക്കും. ദേ മൈറ്റ് നോട്ട് ബി ഏബിൾ ടു കേറ്റർ ടു എല്ലാ കാറ്റഗറിയിലും ഉള്ള ആൾക്കാർ അത് എൻജോയ് ചെയ്യണം എന്നില്ല. നമ്മളിപ്പം മീഡിയയിൽ, നമ്മൾ മൂവീസിലൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ട് അവരുടേതായ ഒരു ലാംഗ്വേജ്, ഒരു സ്ലാങ് ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു കഥാപാത്രമായിട്ട് മാറുമ്പോൾ കുറച്ചുകൂടി ഒരു ന്യൂട്രൽ ലാംഗ്വേജ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ചിലർ ഒത്തിരി അബ്യൂസീവ് വേർഡ്സ് യൂസ് ചെയ്യാറുണ്ട്. യങ്ങർ ജനറേഷൻ എസ്പെഷ്യലി അവരുടെ പാർട്ട് ഓഫ് ദെയർ വൊക്കാബുലറി ആണത്, നോർമലൈസ്. യെസ്, അതങ്ങനെ സംസാരിക്കുന്നത് അവരെ സംബന്ധിച്ച് അതിൻ്റെ ഒരു മോശം എന്താണ്, ലൈക്ക് നോ, ദാറ്റ് ഇസ് നോട്ട് അപ്രോപ്രിയേറ്റ് എന്നുള്ളത് അവർ റിയലൈസ് വേണ്ടിയിട്ട് വേറെ ആൾക്കാരുണ്ട്, സോഷ്യൽ മീഡിയ ഒത്തിരി പേരുണ്ട് അതിനെ. ആൻഡ് ദേ തിങ്ക് ദറ്റ് അവർ ഇൻ ആവുന്നത്, ലൈക്ക് ഇൻ സ്റ്റൈൽ ആവുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡി ആവുന്നത് അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴാണെന്നാണ് അവർ വിചാരിക്കുന്നത്. ആക്ച്വലി ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. നമ്മൾ പലപ്പോഴും അങ്ങനെയുള്ള, നമുക്ക് അവരോടൊരു റെസ്പെക്റ്റ് തോന്നത്തില്ല. യു ഹാവ് ടു ഏൺ യുവർ റെസ്പെക്റ്റ്. നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു, എത്ര അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുന്നു. ഞാൻ ജോഷ് ടോക്സിൽ വെച്ച് കണ്ടപ്പം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആൾക്കാരോട് ഇങ്ങനെ വായിട്ടലച്ച് സംസാരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം എല്ലാവരും പറയും, അമ്മമാരും അല്ലെങ്കിൽ റിലേറ്റീവ്സും പറയും, നമുക്കൊന്ന് മര്യാദയ്ക്ക് സംസാരിച്ചുകൂടെ, അല്ലെങ്കിൽ ഇച്ചിരി സംസാരിച്ചുകൂടെ. ഇങ്ങനെ എനിക്ക് അങ്ങനെ ഒരു, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളമാണ് ബേസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഐ എം ഫ്രം സെൻട്രൽ ട്രാവൻകൂർ. എൻ്റെ അമ്മ വീട് ചങ്ങനാശ്ശേരി, ഡാഡി തകഴിയാണ്. അപ്പോൾ അവിടുത്തെ ഒരു സംസാര ശൈലി എന്ന് പറഞ്ഞൊരു ന്യൂട്രൽ ലാംഗ്വേജ്, അച്ചടി ഭാഷ എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ ഒരു കുറച്ചുകൂടെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ളൊരു, നമ്മൾ എഴുതുന്ന പോലത്തെ ഭാഷയാണ് ഞങ്ങളുടെ ആ ഒരു നാട്ടിലോട്ടൊക്കെ കൂടുതൽ സംസാരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ നമ്മൾ ഇങ്ങനെ ലൈക്ക് പള്ളിയിലൊക്കെ പ്രാർത്ഥനകളൊക്കെ എഴുതുക എന്ന്, അപ്പൊ എന്നോട് പറയും ഇപ്പോഴത്തെ ജനറേഷൻ ഒന്നാമത് തന്നെ മലയാളം വായിക്കാനും എഴുതാനും അറിയത്തില്ല. അപ്പം പ്രാർത്ഥനകൾ ഇപ്പം ഒക്ടോബർ മാസത്തിലൊക്കെ ജപമാല മാസമൊക്കെ, അപ്പം അവിടെ പ്രാർത്ഥനയൊക്കെ ചെല്ലണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കും, ജോഫി മൈക്കിൽ കൂടെ പ്രാർത്ഥന ഇല്ലണേ. അപ്പം ഒന്നാമത് തന്നെ സ്ഫുടമായിട്ട് സംസാരിക്കണം. രണ്ടാമത്തെ കാര്യം ആ ഒരു ടോണ് വരരുത്, അങ്ങനെ ആയിരിക്കണം. നമുക്ക് ചില സമയത്ത് അതാണ്. അപ്പം അങ്ങനെ എല്ലാവർക്കും അത് സാധിക്കില്ല, ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കാനായിട്ട് പറ്റണം എന്നില്ല. എൻ്റെ ഒരു സിസ്റ്ററിലോ ഉണ്ട്, പുള്ളിക്കാരത്തിക്ക് ഒരു ഫുഡ് പേജ് ഉണ്ട്. അപ്പോൾ അതിൽ പലപ്പോഴും പുള്ളിക്കാരത്തി എന്നെ കൊണ്ട് വോയിസ് ഓവേഴ്സ് ചെയ്യിപ്പിക്കുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ എനിക്ക് ഈ പറഞ്ഞ ഈ ഞാൻ സംസാരിച്ചപ്പോൾ ഈ പുള്ളിക്കാരൻ എന്നുള്ള വാക്ക് അത് വരുന്നുണ്ട്. അത് ഞങ്ങളുടെ നാട്ടിലോട്ടുള്ള ഒരു യൂസേജ് ആണ്. അത് അറിയാതെ കണ്ട് വരുന്നുണ്ട്. ഞാൻ അതത്ര കുറച്ച് കോൺഷ്യസ് ആയിട്ട് സംസാരിച്ചാൽ ചിലപ്പോൾ അത് വരികയില്ലായിരിക്കാം. പക്ഷെ ഇപ്പം നമ്മളൊരു കാഷ്വൽ ചാറ്റിന് ഇരിക്കുമ്പോഴേക്കും നമ്മൾ അത് അത്ര കോൺഷ്യസ് ആവത്തില്ല. അതല്ലാതെ കണ്ട് നമ്മളൊരു സ്റ്റേജിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാം, അയ്യോ ഇങ്ങനെയുള്ള വാക്കുകൾ വരും. അങ്ങനെയുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ ജനറേഷൻ അല്ല, പൊതുവെ നമ്മുടെ മലയാളികൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഒരു അവയർനെസ് ഇല്ല. അങ്ങനെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസിനെങ്കിലും നമുക്കിപ്പോൾ
ഹോൾ വേൾഡിനെ നമുക്ക് മാറ്റിയെടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മളുടെ അടുത്ത് വരുന്ന ക്ലയൻസിനെ എങ്കിലും അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സസ് കൊടുക്കുമ്പോൾ അവർക്കെങ്കിലും അങ്ങനെ ഒരു ഇങ്ങനെയുള്ള ചില മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കുക, അവരെ ആ ഒരു രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ മാനേഴ്സ്, എറ്റിക്കറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇപ്പം നമ്മൾ ഒരു വർക്ക് സ്പേസിൽ എങ്ങനെയാണ് മര്യാദകൾ കീപ്പ് ചെയ്യേണ്ടത്. എറ്റിക്കറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കീപ്സ് ചേഞ്ചിങ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ബർത്ത്ഡേക്കൊക്കെ ഒരു ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ തുറന്ന് അത് മോശം, അതങ്ങനെ ചെയ്യില്ല. നമ്മളത് വാങ്ങി അവിടെ വെക്കും. എല്ലാവരും ഗസ്റ്റൊക്കെ പോയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ അത് തുറന്ന് നോക്കുക. അതേസമയം US ആണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് പൊട്ടിച്ച് നോക്കി അതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് അതിനൊരു ഇപ്പോൾ ചിലപ്പം ഫാൻസി സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നല്ലൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്ത് അതൊക്കെയാണ് അവിടെ അപ്രീസിയേഷൻ. ദേ ആർ ഷോയിങ് ദെയർ അപ്രീസിയേഷൻ ഫോർ ദാറ്റ് ഗിഫ്റ്റ്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയാണല്ലോ എന്ന് പറഞ്ഞ പോലെയാണ്. ഇപ്പം ഈ എറ്റിക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഡിഫേഴ്സ് ഫ്രം കൾച്ചർ ടു കൾച്ചർ, പ്ലേസ് ടു പ്ലേസ്, അല്ലെങ്കിൽ കൺട്രി ടു കൺട്രി ഇറ്റ് ഡിഫേഴ്സ്. പലപ്പോഴും വർക്ക് എറ്റിക്കറ്റ് ഇപ്പം നമ്മുടെ ഇവിടെ പലപ്പോഴും ഒരു ഫോർമൽ ഡ്രസ്സിങ് ഒന്നും ഇല്ല. വർക്ക് കൾച്ചറിൽ നമ്മൾ എസ്പെഷ്യലി IT ഇൻഡസ്ട്രിയിലൊക്കെ അങ്ങനെ ഫോർമൽ ഡ്രസ്സിങ് ഒന്നും അത്ര ആവശ്യമല്ല. വേറെസ് വെൻ യു ഗോ ടു യൂറോപ്യൻ കൺട്രീസ് അവിടെ ഒരു ഡ്രസ് കോഡുണ്ട്, വർക്കിന് ഒരു ഡ്രസ് കോഡുണ്ട്, ഓരോ കാറ്റഗറിക്കും ഒരു ഡ്രസ് കോഡുണ്ട്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ദാറ്റ് കീപ്സ് ചേഞ്ചിങ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. വേറെസ് ഈ മാനേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ ഓർ ലെസ് ദ സെയിം അല്ലേ, സിമിലർ ആണ് ഓൾ ഓവർ ദ വേൾഡ്. നമ്മളിപ്പം ഒരു പ്രായമായ ഒരാളെ കാണുമ്പോൾ എഴുന്നേറ്റ് അവരെ ഒന്ന് റെസ്പെക്ട് ചെയ്യുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്യുമ്പോഴേക്കും ഹാൻഡിക്യാപ്ഡ് ആയിട്ട് ഒരാളോ അല്ലെങ്കിൽ പ്രായമായ ഒരാളോ അല്ലെങ്കിൽ കൈക്കുഞ്ഞിനെയും കൊണ്ട് വരുന്നവരെ കാണുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് അവർക്ക് സീറ്റ് കൊടുക്കുന്നത്, അങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരു ലേഡിക്ക് കയറാൻ വേണ്ടി ഡോറ് തുറന്നു കൊടുക്കുന്നത്, ടേബിളിൽ ഇരിക്കുമ്പോഴത്തേന് ആ ടേബിൾ മാനേഴ്സ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്, അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ അങ്ങനെ അധികം ആരും തന്നെ അങ്ങനെ ചെയ്യാറില്ല. കോൺഷ്യസ് അല്ല, അതേക്കുറിച്ച് കോൺഷ്യസ് അല്ല. ബി യുവർ ട്രൂ സെൽഫ് എന്ന് പറയുന്ന പോലെ റീസെൻ്റ്ലി ഇതിൽ സോഷ്യൽ മീഡിയയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്, രവീന ടണ്ടൻ്റെ ഒരു വീഡിയോ, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം. അതിനകത്ത് പുള്ളിക്കാരത്തി പറയുന്നൊരു കാര്യമുണ്ട്, പലരും ഞാൻ ഭയങ്കര ഓണസ്റ്റ് ആണെന്നുള്ള പ്രിറ്റൻസിൽ ദ ബീയിങ് റൂഡ്. അവർ ഭയങ്കര റൂഡായിട്ട് നമ്മളുടെ അടുത്ത്, നമ്മളിപ്പോൾ ഒരു നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ചെല്ലുകയാണ്, അപ്പോഴേക്കും അവർ സ്ട്രെയിറ്റ് ഓൺ ആ ഫേസ് they come and tell us that oh it looks so ugly, എന്തൊരു മോശം ഡ്രസ് സെൻസ് ആണ് നിൻ്റെത്, അല്ലെങ്കിൽ എന്ത് മോശം, അയ്യോ നിൻ്റെ മേക്കപ്പ് ശരിയായിട്ടില്ല, അല്ലെങ്കിൽ ദിസ് ഇയറിങ്സ് ആർ നോട്ട് സൂട്ടിങ് യു, അങ്ങനെ എന്തെങ്കിലും നമ്മുടെ മുഖത്ത് നോക്കി അങ്ങനെ തുറന്നടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ചിലപ്പോൾ ബ്യൂട്ടി ലൈസ് ഇൻ ദി ഐസ് ഓഫ് ദ ബിഹോൾഡർ എന്ന് പറഞ്ഞോണം, അവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവുക. പക്ഷേ ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് യു ഹാവ് ടു ബ്ലണ്ട്ലി കമൻറ്റ് ഓൺ ദെയർ ഫേസ്. യു ക്യാൻ പുട്ട് ഇറ്റ് അക്രോസ് ഇൻ എ ബെറ്റർ വേ, അല്ലെങ്കിൽ അന്നേരം പറയേണ്ട ആവശ്യമില്ല, പിന്നീട് പറയാം, അങ്ങനെ പറയാം, കുറച്ചുകൂടെ പൊളൈറ്റ് ആയിട്ട് പറയാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ചില ആളുകൾ എന്ത് കാര്യമാണെങ്കിലും മുഖത്തടിച്ച പോലെ പറയും, ഭയങ്കര റൂഡായിട്ട്. ആൻഡ് ദേ സേ ദാറ്റ് ഓ ഐ എം വെരി ഓണസ്റ്റ്, എല്ലാം തുറന്നു പറയുന്ന സ്വഭാവമാണ് എനിക്ക്. ഹേർട്ടാവും അവരോട്. അതുപോലെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്കത് ഇഷ്ടപ്പെടില്ല. അങ്ങനെ നമ്മളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നോ അതുപോലെ നമ്മൾ ആദ്യം അങ്ങനെ പെരുമാറി കാണിക്കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും അങ്ങനെ മര്യാദ കീപ്പ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 1, 2, 3 തവണ എതിർവശത്ത് നിൽക്കുന്ന ആൾ നമ്മളോട് അപമര്യാദയായിട്ട് പെരുമാറിയാലും ഇഫ് വി സ്റ്റിൽ ഡോണ്ട് ലൂസ് ആർ നമ്മളെപ്പോഴും കമ്പോസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ 3, 4 തവണ കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി അവർ വേണ്ട, അവരങ്ങനെ ഇത് ചെയ്യുന്നില്ല. അപ്പം ഞാനും കുറച്ചുകൂടി ഡീസൻ്റ് ആയി കോൺഷ്യസ്ലി ഓർ സബ് കോൺഷ്യസ്ലി ദേ വിൽ ഓൾസോ തിങ്ക് അബൌട്ട് ഇറ്റ്. അങ്ങനെ അറ്റ്ലീസ്റ്റ് നമ്മളോടെങ്കിലും അവർ കുറച്ചുകൂടി. അപ്പം അങ്ങനെ നമുക്ക് കുറേ മര്യാദകൾ നമുക്ക് മറ്റുള്ളവർക്ക്
പറഞ്ഞു കൊടുക്കാം, നമ്മുടെ പെരുമാറ്റം വഴി കാണിച്ചു കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തെ മുഴുവനും അങ്ങ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും പറ്റത്തില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് എ ഫ്യൂ പീപ്പിൾ, നമ്മൾ എസ്പെഷ്യലി പുതിയ ജനറേഷന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരെ ആ ഒരു രീതിയിൽ യങ്സ്റ്റേഴ്സിനെ, പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു ആക്ച്വലി ക്യാച്ച് ദം യങ്. പക്ഷേ പലപ്പോഴും അത് സാധിക്കാറില്ല. അറ്റ്ലീസ്റ്റ് ഒരു യങ്ങർ ജനറേഷൻ ഇപ്പോൾ എൻ്റെ അടുത്ത് കൂടുതൽ വരുന്നത് കോളേജ് എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾ, ഓൺട്രപ്രനേഴ്സ് ഒത്തിരി പേര് വരുന്നുണ്ട്, അല്ലെങ്കിൽ പ്രൊഫഷണൽസ്, അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യകത ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു മിത്തായിരുന്നു ഈ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇമേജ് കൺസൾട്ടിങ് എന്നുള്ളത്. അതെന്നാണോ തുടക്കത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ബോളിവുഡിലൊക്കെ ഇത് വളരെ കോമൺ ആണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഓരോ ആക്ടേഴ്സും ആക്ട്രസസും ഒക്കെ വരുമ്പോൾ അവർ എത്ര റോ ആയിരിക്കും അപ്പിയറൻസിലാണെങ്കിലും, അവരുടെ ഒട്ടും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിരിക്കത്തില്ല. അവർ പറയുന്ന അവരുടെ ആദ്യ കാലങ്ങളിലെ ഇൻ്റർവ്യൂ ഒക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ബ്ലണ്ടേഴ്സ് വിളിച്ച് പറയും. അവർക്ക് അറിയത്തില്ല, ദേ ഡോണ്ട് നോ ഹൗ ടു പുട്ട് ഇറ്റ് അക്രോസ്. പക്ഷേ പോകെ പോകെ അവർ പഠിക്കും, അവർക്ക് പറഞ്ഞു കൊടുക്കാനും ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസ്, അവർക്കൊക്കെ എന്ത് പറയണം, എന്ത് പറയരുത്, എങ്ങനെ ഇരിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെയായിരിക്കണം നമ്മളുടെ ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ടും ട്രെയിൻ ചെയ്യാനായിട്ടും ഒക്കെ ആളുകളുണ്ട്. അപ്പം അത് അങ്ങനെയാണ് അവർ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പം ആ ഒരു മേഖലകളിലൊക്കെ ആയിരുന്നു ഇമേജ് കൺസൾട്ടൻസ് ആദ്യമേ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെയാണ് ഇവർ ആവശ്യം എന്നുള്ള ആ ഒരു ഫീലിംഗ്. ആക്ച്വലി സ്പീക്കിംഗ് അങ്ങനെയല്ല, എല്ലാവർക്കും ആവശ്യമുണ്ട്. ആൻഡ് ലേറ്റർ ഓൺ I'm sure, maybe 10-20 years from now, ഇങ്ങനെയുള്ള പല മര്യാദകൾ ഇപ്പം നമ്മളുടെ ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും ഒക്കെ വന്നപ്പോഴേക്കും നമ്മുടെ മലയാളികളുടെ ഡ്രസ് സെൻസ് ഒത്തിരി മാറി. വി ആർ ഗെറ്റിംഗ് എക്സ്പോസ് ടു മെനി തിങ്സ്, വാട്ട് ഈസ് ഹാപ്പനിങ് ഓൾ ഓവർ ദ വേൾഡ് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലും നമുക്ക് ഒരു എക്സ്പോഷർ കിട്ടുമ്പോൾ, അങ്ങനെയുള്ളൊരു എക്സ്പോഷർ കിട്ടുമ്പോഴേക്കും തീർച്ചയായിട്ടും നമ്മളുടെ രീതികൾ പതുക്കെ മാറും. പീപ്പിൾ വിൽ ബിക്കം മോർ കോൺഷ്യസ്. ചില രീതിയിലുള്ള പെരുമാറ്റങ്ങളുടെ അല്ലെങ്കിൽ സംസാരങ്ങളുടെ ഒരു അരോചകത്വം എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കും. അപ്പം വി ക്യാൻ എക്സ്പെക്റ്റ് ആ പീപ്പിൾ ഓൾസോ, അല്ലെങ്കിൽ ദ ഹോൾ വേൾഡ് ടു കം ടു എ മോർ സൊഫിസ്റ്റിക്കേറ്റഡ് ഒരു വേയിലേക്ക് വരാനായിട്ട് നമുക്ക് ഭാവിയിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അതിനൊക്കെയുള്ളൊരു തുടക്കമാണ് എന്ന് പറഞ്ഞ പോലെ ഇമേജ് കൺസൾട്ടൻസും. Why don't you start something on your own? Something which you're passionate about. അന്ന് എൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ആയിരുന്നു. നമ്മുടെ ആക്ടർ റഹ്മാൻ എൻ്റെ നല്ലൊരു സുഹൃത്തായിരുന്നു. റഹ്മാൻ അങ്ങനെ ഞങ്ങൾ എപ്പോഴും കോൺടാക്റ്റ് ഒന്നും ഇല്ല. പക്ഷേ when I shared it to him, പുള്ളിക്കാരൻ ഇതെടുത്ത് വെച്ചിട്ട് പുള്ളിയുടെ കുറേ ഫ്രണ്ട്സിന് കോൺടാക്ട്സിന് അയച്ചു കൊടുത്തു.